PV അൻവർ ഇനി ഏത് മുന്നണിയിലേക്ക് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. UDFിലേക്ക് പോകാനാണ് സാധ്യതകൾ കൂടുതൽ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ K സുധാകരനെ കണ്ടുവെന്ന് PV അൻവർ MLA സമ്മതിച്ചപ്പോൾ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് അത് വഴിവെച്ചത്. UDFിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ലെന്നും പക്ഷേ ചില ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ദേശീയ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തിയെന്നുമാണ് PV അൻവർ പറഞ്ഞിരുന്നത്. സ്വകാര്യ മാധ്യമങ്ങൾക്കും പത്രസമ്മേളനത്തിലും അദ്ദേഹം ഒരേപോലെ പ്രതികരിച്ചിരുന്നു. അതേസമയം സുധാകരനുമായി ചർച്ച നടത്തിയത് DMK ശക്തിപ്പെടുത്താനാണ്. രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. CPMന് തീവ്ര ഹിന്ദുത്വ നിലപാടെന്നും അൻവർ പറഞ്ഞിരുന്നു. ലീഗ് നേതാക്കളുമായി രാഷ്ട്രീയം ചർച്ച ചെയ്തു എന്ന വിവരം അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. സ്റ്റാലിനുമായുള്ള ചർച്ചയിൽ പിണറായി ഇടപെട്ടുവെന്നും ചർച്ച ദുർബലപ്പെടുത്തിയത് പിണറായി വിജയനാണ്, തന്റെ പോരാട്ടം ഫാസിസ്റ്റുകൾക്കെതിരെയാണെന്നും അൻവർ പറഞ്ഞിരുന്നു. KPCC അധ്യക്ഷൻ K സുധാകരനുമായി PV അൻവർ കഴിഞ്ഞ ദിവസമാണ് ചർച്ച നടത്തിയത്. മുസ്ലിം ലീഗുമായി ചർച്ച നടത്തിയ ശേഷമായിരുന്നു ആ കൂടിക്കാഴ്ച. മുസ്ലിം ലീഗുമായി ചർച്ച നടത്തിയത് മുന്നണി പ്രവേശനം സംബന്ധിച്ചെന്നും മറ്റു പാർട്ടികളിലെ അതൃപ്തരെയും കൂടെ നിർത്താൻ നീക്കവും നടക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു. തൃണമൂൽ കോൺഗ്രസുമായും സമാജ്വാദി പാർട്ടിയുമായും PV അൻവർ ചർച്ച നടത്തിയിരുന്നു. ലീഗ് നേതാക്കളായ ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൾ വഹാബ് എന്നിവരുമായും തൃണമൂൽ MPമാരുമായും PV അൻവർ ചർച്ച നടത്തിയിരുന്നു. വിവിധ ജില്ലകളിൽ സംഘടന ശക്തിപ്പെടുത്താനുള്ള യോഗങ്ങൾ വിളിച്ചു ചേർത്ത ശേഷമാണ് രാഷ്ട്രീയ പാർട്ടികളുമായുള്ള അൻവറിന്റെ കൂടിക്കാഴ്ച ഉണ്ടായത്. അതേസമയം ഇടതുമുന്നണി വിട്ട ശേഷം തമിഴ്നാട്ടിലെ DMK MLAമാരുമായി അൻവർ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അനുകൂല നിലപാട് എടുക്കാത്തതിനാൽ ചർച്ചകൾ ഫലം കണ്ടിരുന്നുമില്ല. എന്നാൽ തൃണമൂൽ കോൺഗ്രസുമായി DMKയുടെ ചർച്ച പുരോഗമിക്കുകയാണെന്ന് PV അൻവർ MLA സ്ഥിരീകരിച്ചിരുന്നതും ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ DMK ചാപ്റ്റർ അവസാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓപ്പറേഷനാണ് DMK പ്രവേശനം തടഞ്ഞത്. തൃണമൂൽ കോൺഗ്രസുമായി ചർച്ചകൾ നടക്കുകയാണെന്നും അൻവറിന്റെ പ്രതികരണത്തിലുണ്ടായിരുന്നു. തൃണമൂൽ ആന്റി കമ്മ്യൂണിസ്റ്റ് ആണ്, ആന്റി ഫാസിസ്റ്റിനെയാണ് നമ്മൾ നേടിയത്. പിണറായിയുടെ ഇടപെടലിൽ ആന്റി കമ്മ്യൂണിസ്റ്റിനെ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ അത് എന്റെ കുഴപ്പമല്ല. DMK ചാപ്റ്റർ ക്ലോസ്ഡ് എന്നതായിരുന്നു PV അൻവർ MLAയുടെ വാക്കുകൾ. അതേസമയം വിജയുടെ രാഷ്ട്രീയ പാർട്ടിയും AIADMKയും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട്. DMKയുടെ കൂടെയുള്ള ചെറുകിട കക്ഷികൾ പുതിയ സഖ്യത്തിനൊപ്പം പോകാൻ ശ്രമിക്കുന്നുണ്ടെന്നും PV അൻവർ വ്യക്തമാക്കിയിരുന്നു.